ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് 2ാം ഓണമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ നീക്കാൻ കുറച്ച് ലേറ്റായി. എല്ലാവരും നേരത്തെ എണീച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, കാരണം പുറത്തുനിന്ന് നല്ല ബഹളമൊക്കെ കേൾക്കാനുണ്ട്. ഓണത്തിൻ്റെ അന്ന് ഈവനിങ് ആയിട്ട് സോണേച്ചി ആദ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ. ഓണത്തിൻ്റെ അന്നും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. ഇന്ന് ബ്രെഡ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ആവും കേട്ടോ. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത് സെക്കൻഡ് ടൈമാണ്. പിന്നെ ബ്രെഡിലേക്ക് കറി ഉണ്ടാക്കിയത് ചിക്കൻ സ്റ്റൂ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് രണ്ടും കൂടി കഴിക്കണത്. ഇവിടെ ആദ്യമായിട്ടാണ് സ്റ്റൂ വയ്ക്കണത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ടി വി കാണാനിരുന്നു. ടി വി കാണുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സൈഡായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, കേശും കളിക്കുന്നുണ്ട്, ഞാൻ ഫോണും നോക്കിയിരിക്കുകയാണ്, ടി വിയും കാണുന്നുണ്ട്. ഞങ്ങൾ കണ്ടായിരുന്നത് ബാഹുബലി 2 ആണ് കേട്ടോ. കാണുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ബാഹുബലി കണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ആദ്യം ചെറിയ കുട്ടിയാകുമ്പോഴാണ് ഞങ്ങൾ ബാഹുബലി കണ്ടത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുമായിരുന്നു. ബാഹുബലി എപ്പോൾ വന്നാലും കാണാനൊരു ത്വരയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് കുഴിമന്തി ആയിരുന്നു. കുഴിമന്തി ഉണ്ടാക്കണതിൽ അമ്മ ഇപ്പോൾ അത്യാവശ്യം നന്നായി വരുന്നുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ആ വഴിക്ക് പോകാത്തതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. ബാഹുബലിയുടെ ക്ലൈമാക്സ് ഒഴിവാക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ആദ്യം അവിടെ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ട് തന്നെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കഴിച്ചു. സംഭവം കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഈ മയണൈസ് എഗ്ലെസ് മയണൈസാണ് കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. എഗ്ഗിന് പകരം പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാനും ആദ്യം കൂടിയിട്ട് കറുകപ്പുത്തൂർ പോയി കേട്ടോ. ആദ്യക്കൊരു പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വാങ്ങാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്താണ് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഗ്രൗണ്ട്, ചാത്തന്നൂർ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. നല്ല വലിയ ഗ്രൗണ്ടാണ്. ആ ഓടി വന്നത് അതിൻ്റെ മേലെ കൂടെ ചാടാനായിരുന്നു, പക്ഷേ ആള് അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോവുക ചെയ്ത്. പിന്നെ രണ്ടാളും കൂടി ഒരു ഓട്ട മത്സരമൊക്കെ നടത്തി. വിജയകരമായി കേശു തോറ്റു, ആദ്യം ജയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പുള്ളിക്കാരൻ ചാടുകയാണ്. പിന്നെ ഞങ്ങൾ ഈ കമ്പിള അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാട്ടോ വന്നിരുന്നത്. അപ്പോൾ ആദ്യം അവിടെ നീന്തൽ പഠിക്കണ പോലെ കടന്ന് നീന്തുകയാണ്. അത് കണ്ടപ്പോൾ കേശു ഓടി വന്ന് ചിറ്റ എനിക്കും നീന്തണം എന്ന് പറഞ്ഞ് അവനെ നീന്തിപ്പിച്ച് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത്. കേശുവിന് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോവാം, പിന്നെ ആദ്യക്കാണെങ്കിൽ ഓട്ട മത്സരം നടത്തണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കുഴിമന്തിയും കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്.